ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ മുന്നോട്ടു പോകാൻ ഒരു വഴിയും കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണോ? സാരമില്ല, നമ്മളിന്ന് ഒരു പര്യവേക്ഷകനെ പോലെയാണ് ചിന്തിക്കാൻ പോകുന്നത്. പുതിയ വഴികൾ കണ്ടെത്താനും വേണ്ടിവന്നാൽ ശരിയായ ദിശയിലേക്ക് നമ്മുടെ യാത്രയെ തിരിച്ചുവിടാനും സഹായിക്കുന്ന ഒരു കിടിലൻ മാപ്പാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. അപ്പൊ റെഡിയല്ലേ? നമുക്ക് ആ യാത്ര അങ്ങ് തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തു തുടങ്ങിയ ഒരു ബിസിനസ് യാത്ര. പക്ഷെ കുറച്ചു ദൂരം പോയപ്പോൾ മനസ്സിലായി ഈ മാപ്പ് നമ്മളെ ഒരു വഴിമുട്ടിയ ഇടത്തേക്കാണ് എത്തിച്ചതെന്ന്. എന്തു ചെയ്യും? നമ്മൾ തെരഞ്ഞെടുത്ത വഴി ശരിയല്ലെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ആ വഴിത്തിരിവിൽ വെച്ച് നമ്മുടെ കോമ്പസ് എങ്ങനെ ശരിയായ ദിശയിലേക്ക് തിരിക്കാൻ പറ്റും? വാ, നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ തുടക്കം എവിടെയാണെന്നറിയോ? നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത്. അതായത്, അതെ, നമ്മൾക്ക് വഴിതെറ്റിപ്പോയി എന്ന് ആദ്യം നമ്മൾ സമ്മതിക്കണം. ഇപ്പോ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനാണ് നമുക്കൊരു പുതിയ മാപ്പ് ആവശ്യം എന്നൊക്കെ തിരിച്ചറിയുന്നതാണ് മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ ബിസിനസ് പിവറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇതൊരു ചെറിയ മാറ്റമല്ല കേട്ടോ. അതായത് കാറിന്റെ ടയർ മാറ്റുന്നത് പോലെയല്ല, എഞ്ചിൻ തന്നെ മാറ്റിവെക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ യാത്രയുടെ ദിശ മുഴുവനായി മാറ്റുന്ന ഒരു വലിയ തീരുമാനം. ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തന്ത്രങ്ങളിൽ വരുത്തുന്ന ഒരു അടിപൊളി മാറ്റം. അതാണ് പിവറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള മാപ്പ് പഴഞ്ചനായി എന്ന് കാണിക്കുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാ മതി. നോക്കൂ, നിങ്ങളുടെ ബിസിനസ്സിലെ പ്രധാന പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല. കസ്റ്റമേഴ്സ് ഹാപ്പിയല്ല, അല്ലെങ്കിൽ വരുമാനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും മോശം, മാർക്കറ്റ് മൊത്തത്തിൽ മാറി, നിങ്ങളുടെ പ്രൊഡക്റ്റിനവിടെ ഒരു സ്ഥാനവുമില്ല. ഇതൊക്കെ കണ്ടാൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ കോമ്പസ് വട്ടം കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയൊരു വഴി കണ്ടെത്താൻ സമയമായി എന്നതിന്റെ വളരെ വ്യക്തമായ സൂചനകളാണിത്. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണെന്ന് മനസ്സിലാക്കി. ഇനി വരുന്നത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. പുതിയ ലോകങ്ങൾ തേടിയിറങ്ങാം. അതായത് നമ്മുടെ പുതിയ മാപ്പുകളുടെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് വരയ്ക്കാനുള്ള സമയമാണിത്. ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ സമയമാണ്. നമ്മുടെ തലയിൽ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ മിന്നിമായുമല്ലോ. അതിൽ നിന്ന് എങ്ങനെ നല്ല വഴികൾ തിരഞ്ഞെടുക്കും? സിമ്പിളാണ്. ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കിയാൽ മതി. നോക്കൂ, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്കൊരു പ്രോ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഐഡിയ കിട്ടിയെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ടീമിലിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു AI പവേർഡ് അനലിറ്റിക്സ് ടൂൾ ഉണ്ടാക്കിയാലോ എന്ന ആശയം വന്നു. അതുമല്ലെങ്കിൽ ഡേറ്റ നോക്കിയപ്പോൾ B2B മാർക്കറ്റിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നി. കണ്ടോ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചിന്തകളെ നമ്മുടെ പുതിയ മാപ്പിലെ കൃത്യമായ വഴികളാക്കി മാറ്റാൻ ഇത് സ്യോദ്ര സഹായിക്കും. അപ്പോ നമ്മുടെ കയ്യിലിപ്പോ ഒന്നല്ല, പല പുതിയ മാപ്പുകളുണ്ട്. ഇനിയിപ്പോ ഒരു പര്യവേഷകന്റെ ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. റിയാലിറ്റി ചെക്ക്. അതായത് ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ ശരിക്കും യാത്ര ചെയ്യാൻ പറ്റുമോ, അതൊന്ന് സർവേ ചെയ്ത് നോക്കണം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. കടലാസിൽ വരച്ച മാപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ശരിക്കും ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ മലകളുണ്ടോ അതോ വലിയ പുഴകളുണ്ടോ എന്നൊക്കെ നമ്മൾ നേരിട്ടറിയണ്ടേ. ചുരുക്കി പറഞ്ഞാൽ, ഒരു നല്ല ഐഡിയ മാത്രം പോരാ, അത് യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ ഉറച്ചു നിൽക്കണം. അപ്പോ ഈ റിയാലിറ്റി നമ്മളെ എങ്ങനെയാണ് അളക്കുന്നത്? ഈ ഒരു ത്രാസ് പോലെ ചിന്തിച്ചാൽ മതി. അതിന്റെ ഒരു തട്ടിൽ മാർക്കറ്റ് ഡിമാൻഡ്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിന് ഇപ്പോ ആളുകൾക്ക് ആവശ്യമുണ്ടോ? എത്ര പേർക്ക് ഈ പ്രശ്നം ഇപ്പോഴുണ്ട്? മറ്റേ തട്ടിൽ വളർച്ചാ സാധ്യത. അതായത് ഈ മാർക്കറ്റിന് ഭാവിയിൽ എന്ത് സംഭവിക്കും? ഇത് വളരുന്ന ഒരു മേഖലയാണോ അതോ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണോ? ഈ രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് നമ്മൾ കണ്ടെത്തണം. ഈ ടേബിളാണ് ശരിക്കും പറഞ്ഞാല് റിയാലിറ്റിയുടെ ഒരു കണ്ണാടി. ഇത് നമ്മളോട് കുറച്ച് കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കും. എന്തുമാത്രം പണം മുടക്കണം? വിപണിയിലെത്താൻ എത്ര സമയമെടുക്കും? പിന്നെ ഇതിലെ റിസ്ക് എത്രയാണ്? ഇവിടെ നോക്കിയാൽ കാണാം, AI പവേർഡ് അനാലിറ്റിക്സ് എന്നത് വലിയൊരവസരമാണ്. പക്ഷേ അതിനൊരുപാട് പണവും സമയവും വേണം, റിസ്ക്കും കൂടുതലാണ്. അതേസമയം പ്രോ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞ ചെലവില് കുറഞ്ഞ സമയം കൊണ്ട് തുടങ്ങാം, റിസ്ക്കും കുറവാണ്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ കിടുക്കൻ ഐഡിയകൾ യഥാർത്ഥ പരീക്ഷയെ നേരിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭൂപ്രദേശം സർവേ ചെയ്തു, എല്ലാ റിസ്കുകളും വിലയിരുത്തി. ഇനി വരാൻ പോകുന്നത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. ഏതു വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്ന ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ട സമയം. ഇത്രയൊക്കെ ആഴത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ സാധാരണയായി ഒരു വഴി നമുക്ക് മുന്നിൽ കൂടുതൽ തെളിഞ്ഞു വരും. ചിലവും സമയവും റിസ്ക്കും വളർച്ചാ സാധ്യതയും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ഓപ്ഷന് ഒരുപക്ഷെ 10ൽ 8 എന്ന സ്കോർ കിട്ടും. ബാക്കിയുള്ളവയ്ക്ക് അതിലും കുറവായിരിക്കും.
ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും ശരിയായ വഴി തിരഞ്ഞെടുക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ശരി, നമ്മളൊരു വഴി തിരഞ്ഞെടുത്തു എന്നുവെച്ച് അതിലേക്ക് കണ്ണുമടച്ച് എടുത്ത് ചാടരുത്. പകരം ഈ 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. 1. തിരഞ്ഞെടുത്ത ആ വഴിയെപ്പറ്റി ആഴത്തിൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക. 2. ഒരു പരീക്ഷണം നടത്തുക. അതായത് ഒരു ചെറിയ MVP മിനിമം വയബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഒന്ന് ടെസ്റ്റ് ചെയ്യുക, മാർക്കറ്റിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കുക. 3. പ്രായോഗികമല്ലാത്ത മറ്റെല്ലാ വഴികളെയും ഔദ്യോഗികമായി ഉപേക്ഷിക്കുക. ഇതോടെ നമ്മുടെ തീരുമാനം 100% ശരിയാണെന്ന് നമുക്കുറപ്പിക്കാം. അവസാനമായി ഓരോ ബിസിനസ് പര്യവേക്ഷകനും, അതായത് നിങ്ങളും, സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: മാർക്കറ്റിന് എന്താണ് വേണ്ടത്? നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്? പിന്നെ ദീർഘകാലത്തേക്ക് വളരാൻ സാധ്യതയുണ്ടോ? ഈ 3 കാര്യങ്ങളുമായി ഏറ്റവും നന്നായി ചേർന്നു പോകുന്ന അവസരം ഏതാണ്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ അടുത്ത വലിയ യാത്രയുടെ വിജയരഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ പുതിയ മാപ്പ് കണ്ടെത്തൂ, ധൈര്യമായി യാത്ര തുടരൂ.